നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇതിന് ഞങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അംഗീകരിച്ചില്ലെങ്കിൽ എമ്പുരാൻ കണ്ട തമ്പുരാന്മാർ ഈ കാഴ്ച കാണണം. അവഗണനയുടെ നെരിപ്പോടിൽ മുടിമുറിച്ച ആശമാർ. 50 ദിവസം പിന്നിട്ട് അവകാശ സമരം. വീണ്ടും വിശ്വാസത്തെ അവഹേളിച്ച CPM. കണ്ണൂരിൽ കലശഘോഷയാത്രയിൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങൾ. മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസ് പ്രതികളുടെ ചിത്രമേന്തി സഖാക്കൾ. സംഭവം പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിനിടെ. ഈദ് സന്ദേശത്തിൽ പാളയം ഇമാമിന്റെ പ്രകോപന പ്രസംഗം. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികൾ. അല്ലാഹുവിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കണമെന്നും ആഹ്വാനം. വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ വെട്ടിലായി കോൺഗ്രസ്. നിലപാട് കടുപ്പിച്ച കത്തോലിക്ക സഭ. KCBC പോസ്റ്റ് പങ്കുവച്ച നിർമ്മലാ സീതാരാമനും കിരൺ റിജിജുവും. കേരള MP-മാർ പിന്തുണച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് മുനമ്പത്തുകാർ. മാവോയിസ്റ്റ് വേട്ട തുടർന്ന ഛത്തീസ്ഗഡ്. ദണ്ഡേവാഡയിലെ വനിതാ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടൽ തുടരുന്നതായി സുരക്ഷാ സേന. തിരുവനന്തപുരം വർക്കലയിൽ അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. അപകടം. ആൾക്കൂട്ടത്തിലേക്ക് റിക്കവറി വാഹനം പാഞ്ഞുകയറി. ഇടിച്ചുകയറിയത് ഉത്സവം കണ്ടു മടങ്ങിയവർക്കിടയിലേക്ക്. മോദി സർക്കാരിനെ പ്രശംസിച്ച് വീണ്ടും ശശി തരൂർ. വാക്സിൻ നയതന്ത്രത്തിലൂടെ രാജ്യം ആഗോള നേതാവായി. നയം ദക്ഷിണേന്ത്യയിലെ ചൈനയുടെ സ്വാധീനത്തിന് വെല്ലുവിളി. കേരളം ഇനിയും വെന്തുരുകും. സംസ്ഥാനത്ത് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക. മൂന്നാറിലും കോന്നിയിലും കൊട്ടാരക്കരയിലും അതീവ ജാഗ്രത. സമരം കടുപ്പിച്ച ആശമാർ മുടി മുറിച്ച് സമരം ചെയ്തു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ സമരപ്പന്തലിൽ ആശമാരെ സന്ദർശിച്ചു. അതേസമയം നിരാഹാര സമരം ഇന്ന് 12ാം ദിവസത്തിലേക്കും എത്തി നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുന്നു. ശാലിനി, ഒരുപക്ഷെ 4ാം ഘട്ട സമരത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സമരത്തിന്റെ 50ാം ദിവസം തങ്ങൾ മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് ആശാവർക്കർമാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനു മുൻപെങ്കിലും സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാകുമെന്നുള്ള പ്രത്യാശയായിരുന്നു അവർ പങ്കുവച്ചത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ആശയറ്റ് ആശമാർ ഒടുവിൽ തലമുണ്ടനം ചെയ്തു തന്നെയാണ് നഗരമധ്യത്തിൽ പ്രതിഷേധിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം ഇത്തരം പ്രതിഷേധ സമരങ്ങൾ ഇന്ന് ജില്ലാ അടിസ്ഥാനത്തിൽ ഉണ്ടാകുമെന്നും സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുകയുണ്ടായല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നോമ്പൊക്കെയാണ്, ഈദ് ഗാഹുകളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെയാണ് ആശാവർക്കർമാർ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണാം സെക്രട്ടേറിയറ്റ് പടിക്കലെ ആശാവർക്കർമാരുടെ സമരപ്പന്തലാണ്. ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു രീതിയിലും അവരുടെ സമരവീര്യത്തിന് ചോർച്ചയുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമരശക്തി കൂടുകയാണ്, സമര അംഗങ്ങളുടെ എണ്ണം കൂടുകയാണ്. ഈ 50ാം ദിവസവും അവരുടെ സമരം അതിശക്തമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ നിരാഹാരം തുടർന്ന് ഇന്ന് 12ാം ദിവസമാണ് അവർ മുടിമുറിച്ചൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുള്ളത്. നമുക്ക് ഈ സമരപ്പന്തലിലേക്ക് നോക്കിയാൽ കാണാം അവരുടെ മുറിച്ച മുടികളെല്ലാം ഒരു മാല പോലെ കെട്ടി ഈ സമര പന്തലിന് മുൻപിലായി അവർ കെട്ടിയിട്ടേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സമരവീര്യത്തിൻ്റെ സമരശക്തിയുടെയും ഒക്കെ ഒരു അടയാളമായി ഇനി വരും ദിവസങ്ങളിൽ ഈ സമരപ്പന്തലിൽ ഈ മുടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. 2 ആശാവർക്കർമാരാണ് അവരുടെ മുടി മുണ്ഡനം ചെയ്ത് സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഒന്ന് പത്മജം എന്ന് പറയുന്ന ആശയും മറ്റൊരു ആശയും മുടി മുറിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്.
രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സമരം നടക്കുന്ന അതേ സമയം തന്നെ ജില്ലാടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും സമാന്തരമായി തന്നെ മുടി മുറിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ആശാവർക്കർമാർ നടത്തിയിരുന്നു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുരുഷന്മാരും ഈ സമരത്തിന്റെ ഭാഗമായി അത് തലസ്ഥാനത്തും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലും അത്തരത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ മുന്നോട്ട് വെച്ച ഓണറേറിയം എല്ലാ മാസവും 5-ാം തീയതി നൽകുക, 21,000 രൂപയിലേക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ഈ സമരം തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് അവർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. സമരം അങ്ങനെ തുടരുകയാണ്. നിരാഹാര സമരം ഒരു ഭാഗത്ത് തുടരുന്നു, മറ്റൊരു ഭാഗത്ത് ആശാവർക്കർമാർ ജോലി നിർത്തിക്കൊണ്ട് പല ഘട്ടങ്ങളിലും അവരുടെ PHCകളിലേക്കും അല്ലെങ്കിൽ അവരുടെ പോകേണ്ട ജോലികൾ ചെയ്യാതെ പ്രതിഷേധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളമുണ്ട്. എന്തായാലും ശക്തമായ സമരം തുടരുകയാണ്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ എത്തി. ഒരു മാധ്യമ പ്രവർത്തക കൂടിയായ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധ സമരത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനെ അതിരൂക്ഷമായി അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. ഒപ്പം തന്നെ കേരളം ലജ്ജിക്കുകയാണ് ഈ സമരത്തോട് സർക്കാർ സ്വീകരിക്കുന്ന നടപടിയിൽ, കെടുകാര്യസ്ഥതയിൽ നിന്നുള്ളൊരു വിമർശനം കൂടി മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും വരും ദിവസങ്ങളിലും സമരം തുടരാൻ തന്നെയാണ്. അടുത്ത ഘട്ടം എന്താണ് എന്നുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി വരും മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ ആശാവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആശമാരാണ് ഈ പൊരിവേലത്തും സമരത്തിന്റെ ഭാഗമാകുന്നത്. ആശാ സമരം അങ്ങനെ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ ആശമാർ മുന്നോട്ട് വെച്ചിരുന്നു. സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ മുടിമുറിക്കൽ എന്നുള്ള ശക്തമായ വൈകാരികമായ പ്രതിഷേധത്തിലേക്ക് എത്തുമെന്നുള്ള ദിവസം ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടിയ സമരമെന്നെ അടുത്ത ഘട്ടത്തിലേക്കും അടുത്ത രീതിയിലേക്കും കടക്കാൻ പോവുകയാണ്. ശരി ശാലിനി, ആശമാരുടെ സമരം ഇന്ന് 50-ാം ദിവസത്തിലേക്ക്. മുടി മുറിച്ചാണ് ആശമാർ പ്രതിഷേധിച്ചത്. മുടി മുറിച്ചും തലമുണ്ടനം ചെയ്തും ആശമാർ പ്രതിഷേധം തുടരുകയാണ്. ഇനി അടുത്ത സമരമാർഗം ഏതാണ് എന്നുള്ള കാര്യത്തിലും ആശമാർ സമരം കടുപ്പിക്കുമെന്ന് തന്നെയാണ് അവരുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വീണ ജോർജിന്റെയും സർക്കാരിന്റെയും പ്രവൃത്തികളിൽ കേരളം ലജ്ജിച്ച് തല താഴ്ത്തുകയാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ആശമാരുടെ സമരവേദിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കവെയായിരുന്നു K. സുരേന്ദ്രന്റെ വാക്കുകൾ. ഈ 50 ദിവസം ആരുടെയും പിന്തുണയില്ലാതെ പാവപ്പെട്ട ഈ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ മഴയത്തും വെയിലത്തും അവർ കിടന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു മനസാക്ഷിയുമില്ലാതെ പോയല്ലോ എന്നാണ്. ഒന്ന് അവരെ വിളിച്ച് അവരുടെ ഈ കാര്യത്തിന് സഹാനുഭൂതിയോടുകൂടിയുള്ള ഒരു തീരുമാനമെടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് സാധിക്കുന്നില്ല? അദ്ദേഹം എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആളാണല്ലോ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സർക്കാരും നടത്തുന്ന ദൂർത്ത് ഒഴിവാക്കിയാൽ മാത്രം ഈ 21,000 രൂപയുടെ ഓണറേറിയം കേരളത്തിലെ ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ കഴിയും. ഒരു സ്ത്രീയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. എത്ര മനോഹരമായിട്ടാണ് അവരവരുടെ മുടി സംരക്ഷിച്ച് നിർത്തുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, അവർ മാധ്യമപ്രവർത്തക കൂടിയായിരുന്നു ഒരു 5 കൊല്ലം മുമ്പ് വരെ. ഇത്രയും ദിവസം ഈ സമരം നടന്നിട്ടും ഒരു കാര്യം പോലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ, ഒരു നല്ല വാക്ക് പറയാൻ പോലും അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. ശ്രീ പിണറായി വിജയനെയും ശ്രീമതി വീണ ജോർജിനെയും ഈ സർക്കാരിനെയും നേർത്ത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതിന് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, നിങ്ങൾക്ക് മറുപടി തരാതിരിക്കില്ല. നിങ്ങൾ ഇപ്പോൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ വലിയ ഹർമ്മ്യങ്ങൾ, കൊട്ടാര സമുച്ചയങ്ങൾ എല്ലാം ഇനി അധികകാലം കഴിയുന്നതിന് മുമ്പ് ചീട്ടുകൊട്ടാരം പോലെ ഈ സ്ത്രീകളുടെ രോഷാഗ്നിയിൽ തകർന്ന് തരിപ്പണമാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ണൂരിൽ ഉത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി CPM ആഘോഷം. BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ ശിക്ഷിച്ച് CPMകാരുടെ ചിത്രങ്ങൾ ഉയർത്തിയാണ് ആഘോഷം. പറമ്പായിൽ കുട്ടിച്ചാത്തൻ മഠത്തിലെ കലശ ഘോഷയാത്രയിലായിരുന്നു സംഭവം. CPMന്റെ പ്രവൃത്തിക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. CPM ശക്തി കേന്ദ്രമായ പ്രദേശത്ത് നടന്ന കലശഘോഷയാത്രയ്ക്കിടെയായിരുന്നു ക്ഷേത്രോത്സവത്തെ പാർട്ടി പരിപാടിയാക്കി മാറ്റിക്കൊണ്ടുള്ള ആഘോഷം. പാർട്ടിയുടെ മുദ്രാവാക്യത്തിനൊപ്പം വിപ്ലവ ഗാനങ്ങളും കൂടെ കൊലയാളികളുടെ ചിത്രങ്ങൾ പതിച്ച കൊടിയും വീശിയായിരുന്നു ആഘോഷം. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണനും TK രജീഷും ഉൾപ്പെടെ 8 പേരുടെ ചിത്രങ്ങളാണ് ഘോഷയാത്രയിൽ ഉപയോഗിച്ചത്.
ഈ അടുത്ത കാലത്ത് നിരവധി ക്ഷേത്രോത്സവങ്ങളിലാണ് CPM രാഷ്ട്രീയം കലർത്തിയത്. തലശ്ശേരി മണോളിക്കാവിൽ കലശം വരവിനിടെ CPMുകാർ മുദ്രാവാക്യം വിളിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു. കതിരൂർ പുല്യോട്ടുകാവിൽ ഉത്സവത്തിനിടെ ചെഗുവേരയുടെ മുഖം പതിച്ച കൊടി വീശുകയും ചെയ്തിരുന്നു. കൊലയാളികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ക്ഷേത്രോത്സവത്തെ അവഹേളിച്ച CPMന്റെ പ്രവൃത്തിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, കണ്ണൂർ. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് ഇസ്ലാം മതവിശ്വാസികളെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി. വഖഫ് സ്വത്തുക്കൾ അല്ലാഹുവിന് ദാനം ചെയ്തതാണെന്നും അവ സംരക്ഷിക്കേണ്ടത് ഇസ്ലാം വിശ്വാസികളാണെന്നും പെരുന്നാൾ സന്ദേശത്തിൽ ഇമാം. കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എല്ലാ ഇസ്ലാം മതവിശ്വാസികളും ഒരുമിച്ച് നിന്ന് എതിർക്കണമെന്ന് പെരുന്നാൾ ദിനത്തിൽ ഇമാമിന്റെ ആഹ്വാനം. സമൂഹത്തിന്റെ സമാധാനത്തിന് വിഘാതം തട്ടിക്കുന്ന രീതിയിൽ ലഹരിയും അക്രമവുമെല്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരെ നമ്മുടെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളുമെല്ലാം ശക്തമായ ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്ന സാഹചര്യം കൂടിയാണ്. വിശ്വാസികളെ ലഹരി എന്ന് പറയുന്നത് പിശാചിന്റെ മാലിന്യങ്ങളിൽ പെട്ടതാണെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വ്രതശുദ്ധി കഴിഞ്ഞു വരുന്ന പുതിയ നാളേക്ക് നന്മകൾ പകരേണ്ടടുത്താണ് പാളയം ഇമാമിന്റെ ആഹ്വാനം. മുൻപത്ത് സാധാരണക്കാരായ ജനങ്ങൾ സ്വന്തം കിടപ്പാടത്തിന് വേണ്ടി കേണപേക്ഷിക്കുമ്പോൾ അല്ലാഹുവിന്റെ സ്വത്ത് സംരക്ഷിക്കണമെന്നാണ് ഇസ്ലാം മതപണ്ഡിതൻ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. സമീപകാലത്ത് പാളയം ഇമാം VP സുഹൈബ് മൗലവി വർത്തമാന വിഷയങ്ങളിലൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ പെരുന്നാൾ ദിനം എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ വഖഫ് ഭേദഗതിയെയും ബില്ലിനെയും ശക്തമായി എതിർക്കണമെന്ന് മതവിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. കൂടാതെ വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര സമുദായത്തിലുള്ളവരെയും ഉൾപ്പെടുത്താനുള്ള നീക്കത്തെ എതിർക്കണം. മുനമ്പം വിഷയത്തിൽ കോൺഗ്രസ് എംപിമാരും കോൺഗ്രസ് നേതാക്കളും മൃദുസമീപനം സ്വീകരിക്കുമ്പോഴാണ് ഇസ്ലാം മതപണ്ഡിതന്റെ ഭാഗത്തു നിന്നും ബില്ലിനെ എതിർത്തുകൊണ്ട് വഖഫിനെ അല്ലാഹുവിന്റെ സ്വത്തായി സംരക്ഷിച്ചുകൊണ്ട് കേന്ദ്ര നിയമത്തെ എതിർക്കാനായി ആഹ്വാനം വരുന്നത്. പാളയം ഇമാമിന്റെ ബോധപൂർവമുള്ള കൂട്ടിച്ചേർക്കലുകളാണ് വഖഫിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ന് നടത്തിയ പെരുന്നാൾ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. ജനം, തിരുവനന്തപുരം. വഖഫ് ഭേദഗതി ബില്ലിൽ KCBC നിലപാടിനെ കേന്ദ്രമന്ത്രിമാർ പിന്തുണച്ചതിനെ സ്വാഗതം ചെയ്ത മുനമ്പം സമരസമിതി. വിഷയത്തിൽ മുസ്ലിം മതസംഘടനകളുടെയും നേതാക്കളുടെയും പ്രസ്താവനകളിൽ കടുത്ത അമർഷവും ആശങ്കയും പങ്കുവയ്ക്കുകയാണ് മുനമ്പം ജനത. കേരള MPമാർ പാർലമെന്റിൽ ബില്ലിനെ എതിർത്താൽ സമരത്തിന്റെ ഗതി മാറുമെന്ന മുന്നറിയിപ്പും സമരസമിതി നൽകുന്നു. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അവിടെ കേരളത്തിൽ നിന്നുള്ള MPമാരുടെ സമീപനം, നിലപാട് എന്ത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരുന്നത്. ഇതിനിടയിൽ KCBC കൂടുതൽ ശക്തമായി തന്നെ അവരുടെ ആവശ്യം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. MPമാർ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്, അത്തരമൊരു സമീപനം അവർ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് KCBCയും ആ നിലപാട് ശക്തമാക്കിയ ഘട്ടത്തിൽ ഇടവക വികാരി അടക്കമുള്ള ഫാദർ ആന്റണി തറയിൽ അടക്കമുള്ള ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. ഈ കാര്യത്തിൽ ഫാദർ KCBCയുടെ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതെങ്കിൽ ഇപ്പോൾ സമരം 170-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കേരള കത്തോലിക്ക സഭ ഇവിടുത്തെ പ്രശ്നത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കുകയും മിക്ക പിതാക്കന്മാർ ഇവിടെ വന്ന് അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവസാനമായിട്ട് ഈ ബില്ല് ഭേദഗതിക്ക് വേണ്ടി പാർലമെൻറ്റിൽ കടന്നു വരുന്ന ഈ ഒരു അവസരത്തിൽ കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യത്തോടു കൂടിയാണ് കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളോടും ആവശ്യപ്പെടുന്നത്. ഈ ബില്ലിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. 95-ൽ 2013-ലും ഉള്ള ബില്ലിലെ പല സെക്ഷൻസ് മാറേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ബലിയാടായിട്ടാണ് മുനമ്പം ജനം 610 കുടുംബങ്ങൾ അതിന് ബലിയാടായെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സഭ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ലെറ്റർ അവർ ഇറക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സമര രംഗത്തുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ വിശദീകരിക്കാൻ സമരസമിതി ജനറൽ കൺവീനർ കൂടിയായ ജോസഫ് ബെന്യാദ ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ KCBC ഇപ്പോൾ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന ഈ ഭേദഗതിയെ കേരളത്തിൽ നിന്നുള്ള MPമാർ അവർ പിന്തുണയ്ക്കണം. കാരണം അവർ പിന്തുണച്ചാൽ തന്നെ നമുക്കതൊരു പാർലമെൻറ്റിൽ വളരെ നിർണായകമായ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1995-ലെ ഈ നിയമം തന്നെയാണ് ഈ ജനത്തെ ഈ പ്രകാരത്തിലുള്ള 3 വർഷവും 2 മാസവുമായി ഞങ്ങൾ നിത്യദുരിതത്തിലാഴ്ത്തിയിട്ട് അതിന് മുൻപ് തന്നെ കോടതി കേസുകളും വ്യവഹാരങ്ങളും തന്നെ ആയിരുന്നു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 33 വർഷം കഴിഞ്ഞ് കരമടക്കാൻ ചെന്നപ്പോൾ ഇത് നിങ്ങളുടെ ഭൂമിയല്ല എന്ന് പറയുന്ന ഒരു നിയമം കാലത്തിന് മാറ്റേണ്ടതാണ്. അത് തന്നെയാണ് KCBCയും പറയുന്നത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച്
ഇമാം അടക്കമുള്ള ആളുകൾ, മുസ്ലിം മത നേതാക്കളൊക്കെ അവരുടെ നിലപാട് കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അതായത് വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കണമെന്ന ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു. അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി നിലപാട് വ്യക്തമാക്കുന്ന ഒരു സമീപനമാണ് കാണുന്നത്. അങ്ങനെയൊക്കെ ഇതിനോട് എന്താണ് പ്രതികരണം? ഈ മത നേതാക്കൾ ഒരിക്കൽ സമുദായ നേതാക്കളും മുസ്ലിം മത സമുദായ നേതാക്കളെല്ലാം തന്നെ ആ ഒരു വാദം ശക്തമാക്കുന്ന ഘട്ടത്തിൽ അവരവരുടെ വാദം ശക്തമാക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ മത നേതാക്കളും ഞങ്ങളുടെ വാദം ശക്തമാക്കിയിരിക്കുകയാണല്ലോ. കാരണം ഒരു രാഷ്ട്രത്തിന് നന്മയ്ക്ക് ഉതകാത്ത ഒരു നിയമത്തിൽ ഭേദഗതി വേണം എന്നാണ് KCBC പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്ര നന്മയ്ക്കായിട്ട് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ കൈകോർക്കും. അത് ഞങ്ങൾ പറഞ്ഞു, മുനമ്പം തോറ്റാൽ ഭാരതം തോൽക്കും. അപ്പോൾ ഭാരതം തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എല്ലാ MP-മാരും പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്തുണച്ചില്ലെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങളുടെ കൺവീനർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആരെങ്കിലും എതിർക്കാൻ വന്നാൽ അവർക്കൊരു താക്കീതാണ് KCBC കൊടുത്തിരിക്കുന്നത്. അത് വെറും താക്കീതല്ല. ബുദ്ധി ഉണ്ടെങ്കിൽ അവർ അത് മനസ്സിലാക്കി പിന്മാറിയില്ല എങ്കിൽ അവരുടെ എല്ലാം നാശമായിരിക്കും. കേരള ചരിത്രം മാറ്റിക്കുറിക്കും. ഞങ്ങളാര് സഹായിക്കുന്നതോ അവരെ കേരളം സഹായിക്കും. കേരളത്തിൻ്റെ പൊതുമനസാക്ഷി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഈ കാടൻ നിയമം ഇവിടുന്ന് മാറിയേ പറ്റൂ. ഈ ദുഷിച്ച നിയമത്തിനെ തുടച്ച് നീക്കിയില്ലെങ്കിൽ ഭാരതം തോറ്റുപോകും. വളരെ വ്യക്തമായി തന്നെയാണ് സമരസമിതി നേതാക്കൾ അടക്കം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇനിയും ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് സമീപനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായ ബോധ്യമുണ്ട്, എന്തെല്ലാം സമരപരിപാടികളിലേക്ക് കടക്കണമെന്ന കൃത്യമായ ആസൂത്രണമുണ്ട് എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുക തന്നെയാണ് മുനമ്പം സമരസമിതി ഇപ്പോൾ ചെയ്യുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. വഖഫ് ഭേദഗതി ബില്ലിനെ കേരളത്തിലെ എല്ലാ MP-മാരും അനുകൂലിക്കണമെന്ന KCBCയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രിമാർ സങ്കുചിത താൽപര്യങ്ങൾ മാറ്റിവെച്ച് ജനങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. ഭരണഘടനാ വിരുദ്ധമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് നിർമ്മല സീതാരാമനും വ്യക്തമാക്കി. മുനമ്പം സമരം ഉൾപ്പെടെ മുൻനിർത്തിയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ MP-മാരും പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന് KCBC ആഹ്വാനം ചെയ്തത്. KCBCയുടെ നിലപാട് സ്വാഗതം ചെയ്ത കേന്ദ്ര പാർലമെന്റ് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു പ്രീണന രാഷ്ട്രീയത്തിനായി ജനങ്ങളുടെ താൽപര്യങ്ങൾ ഇല്ലാതാക്കരുതെന്നും വ്യക്തമാക്കി. क्रिश्चियन का हो, कोई हिंदू का हो या जैन हो, सिख हो, ईसाई हो या मुसलमानों के लिए भी ये सब पे लागू है कि जो वक्फ बोर्ड के पास एक अनकंट्रोल्ड अथॉरिटी था कि कोई भी जमीन को वक्फ डिक्लेयर करता है, तो कैसे हो सकता है? ബിൽ ഒരു മതവിഭാഗത്തിനും എതിരല്ലെന്നും കേരളത്തിലെ എല്ലാ MP-മാരും ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു. നരേന്ദ്രമോദി സർക്കാർ എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ച് മുൻപോട്ട് പോകുമെന്നും കിരൺ റിജിജു കൂട്ടിച്ചേർത്തു. വഖഫ് നിയമ ഭേദഗതിക്ക് കത്തോലിക്ക ബിഷപ്പുമാരുടെ പിന്തുണ സ്വാഗതം ചെയ്യുന്നതായും വഖഫ് നിയമത്തിലെ അന്യായവും ഭരണഘടനാ വിരുദ്ധവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ എക്സിൽ കുറിച്ചു. വഖഫ് ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ വ്യാജ പ്രചാരണം നടത്തുന്നുണ്ടെന്നും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി നിയമമെന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. 12 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള വഖഫ് ബോർഡിന് വരുമാനം 91 കോടി രൂപയാണ്. ഇസ്ലാമിലെ പാവപ്പെട്ടവർക്കായി വഖഫ് ചെയ്തു നൽകുന്ന സ്വത്തിൽ നിന്നും കൈയിട്ടു വാരുന്ന കുത്തഴിഞ്ഞ രീതിയുടെ ഫലമാണിതെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ജനം TVയോട് പറഞ്ഞു. ഇസ്ലാം സമൂഹത്തിന്റെയും അള്ളാഹയുടെ സ്വത്ത് എന്നാണ് വഖഫ് സ്വത്തിനെ പറയുന്നത്. ആ സ്വത്തിനെ സംരക്ഷിക്കപ്പെടണം. ആ സ്വത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി തന്നെയുള്ള നിയമമാണ് വഖഫ് ഭേദഗതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി നിയമം. അത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ഇവിടുത്തെ ഇത്തരം സംഘടനകൾ തയ്യാറാകണം. കുത്തഴിഞ്ഞ സംവിധാനത്തിൽ 12 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ഈ പ്രസ്ഥാനത്തിന്, വഖഫ് ബോർഡിന് വരുമാനം വെറും 91 കോടി രൂപയാണ്. ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇസ്ലാം സമൂഹത്തിലെ നിർദ്ധരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ശരീഅത്ത് നിയമപ്രകാരം അല്ലെങ്കിൽ അള്ളാഹയുടെ നിയമപ്രകാരം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വഖഫ് ചെയ്തു കൊടുക്കുന്ന ഈ സ്വത്തിനെ കാലാകാലങ്ങളായി മോഷ്ടിക്കുന്നവരുടെ കയ്യിൽ നിന്നും ഇതിന് കൃത്യമായ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി ഈ വഖഫ് ബോർഡിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു നിയമം
മാത്രമല്ല അത് ഇതര മതവിഭാഗങ്ങളെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയോ ബാധിക്കാത്ത ഒരു നിയമമായി ഇതിനെ മാറണം. രാഷ്ട്രവിരുദ്ധ ഭാഗങ്ങൾ നീക്കിയ എമ്പുരാന്റെ പുതിയ പതിപ്പ് ഇന്ന് മുതൽ പ്രദർശനത്തിന്. ഗ്രേഡിംഗ് നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിലേക്ക് എത്തും. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രത്തിൽ നിന്നും വോളണ്ടറി മോഡിഫിക്കേഷൻ പ്രകാരം ഒഴിവാക്കിയത് 3 മിനിറ്റ് നീളുന്ന സീനുകൾ. ചിത്രം പ്രദർശിപ്പിക്കുക ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന സീൻ ഒഴിവാക്കിയും പ്രതിനായകന്റെ പേരിൽ മാറ്റം വരുത്തി. എമ്പുരാന്റെ പുതിയ പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എഡിറ്റഡ് വെർഷന്റെ ഗ്രേഡിംഗ് നടപടികൾ മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. സെൻസർ ബോർഡ് നിയമം 31 പ്രകാരം നടത്തിയ വോളണ്ടറി മോഡിഫിക്കേഷൻ തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ കഴിഞ്ഞ ദിവസം രാത്രി പൂർത്തിയായിരുന്നു. 3 മിനിറ്റ് നീളുന്ന സീനുകളാണ് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത്. ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്നതടക്കമുള്ള സീനുകൾ ഒഴിവാക്കിയ വിവാദ ഭാഗങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ചിത്രത്തിലെ പ്രതിനായക കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് എന്ന് മാറ്റിയെന്നാണ് വിവരം. എഡിറ്റ് ചെയ്ത് നീക്കാനാകാത്ത ഭാഗങ്ങളിൽ സംഭാഷണം മ്യൂട്ട് ചെയ്യും. വിവാദങ്ങളിൽ നടൻ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് റീ എഡിറ്റിംഗ് നടപടികൾ വേഗത്തിലാക്കിയത്. റീ എഡിറ്റിന് അനുമതി നൽകാൻ ഞായറാഴ്ച അവധി ദിവസമായിട്ടും സെൻസർ ബോർഡ് പ്രത്യേക യോഗം ചേർന്നിരുന്നു. അതേസമയം സംവിധായകൻ പൃഥ്വിരാജ് സ്വന്തം നിലയിൽ ഖേദം പ്രകടിപ്പിക്കാത്തതിൽ പ്രതിഷേധം തുടരുകയാണ്. ജനം, തിരുവനന്തപുരം. KSEBിക്ക് വൈദ്യുതി ചാർജ് ഇനത്തിൽ പിരിഞ്ഞു കിട്ടാനുള്ള കുടിശ്ശിക തുക 1997 കോടി രൂപ. ഈ തുക പിരിച്ചെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുമ്പോൾ ബാധ്യത ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് KSEB. കഴിഞ്ഞ 12 വർഷത്തിനിടെ 8 തവണയാണ് വൈദ്യുതി നിരക്കിൽ വർധനമുണ്ടായത്. കഴിഞ്ഞ അർദ്ധവാർഷിക കണക്ക് പ്രകാരം KSEB ലിമിറ്റഡ് 9 കോടി 20 ലക്ഷം രൂപയുടെ നഷ്ടത്തിലാണ്. 2023 ഒക്ടോബർ 31 വരെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശിക തുക സർക്കാർ ഏറ്റെടുത്ത ശേഷം KSEBിക്ക് പിരിഞ്ഞു കിട്ടാനുള്ളതാണ് 1997 കോടി രൂപ. SSLC പാസ്സാകാത്ത 451 പേർ KSEBിയിൽ 1,30,000-ലധികം രൂപ പ്രതിമാസം ശമ്പളം പറ്റി ജോലി ചെയ്യുന്നതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. SSLC പാസ്സാകാത്ത 38 പേർ സബ് എഞ്ചിനീയർക്കും ഉയർന്ന ഗ്രേഡിൽ ജോലി നോക്കുമ്പോൾ ശമ്പളം 1,40,000-ൽ അധികമാണ്. ഇത്തരത്തിൽ ജീവനക്കാർ ശമ്പളം കൈപ്പറ്റുമ്പോഴാണ് വൈദ്യുതി ചാർജ് കുടിശ്ശിക പിരിക്കുന്നതിലെ അനാസ്ഥ. അതിൻ്റെയും ബാധ്യത സംസ്ഥാന സർക്കാരും വൈദ്യുതി ബോർഡും സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുന്നതായാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. 2012 ജൂലൈ മുതൽ ഇങ്ങോട്ട് 8 തവണയാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. 3 രൂപ 20 പൈസ യൂണിറ്റിന് കൂടിയപ്പോൾ സാധാരണക്കാർക്ക് പോലും ഒരു ബിൽ തുകയിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും KSEB 9 കോടി 20 ലക്ഷം രൂപ നഷ്ടത്തിലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ഛത്തീസ്ഗഡിലെ ദണ്ഡേവാഡ ജില്ലയിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു വനിതാ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. ബസ്തർ മേഖലയിലെ ദണ്ഡേവാഡ ബിജാപൂർ അതിർത്തിയിൽ ഇന്നു രാവിലെയാണ് വെടിവയ്പുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് സുരക്ഷാ സേനയ്ക്ക് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നുള്ള തിരച്ചിലിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. വനിതാ മാവോയിസ്റ്റിൽ നിന്ന് ഓട്ടോമാറ്റിക് ഇൻസസ് റൈഫിൾ പോലീസ് കണ്ടെടുത്തു. ജമ്മുകാശ്മീരിലെ കത്വയിൽ വീണ്ടും ഭീകര സാന്നിധ്യമുള്ളതായി സംശയം. പ്രദേശം സുരക്ഷാ സേന വളഞ്ഞു. സംശയാസ്പദമായി ജൂതാനയിലെ റൂയി ഗ്രാമത്തിൽ 3 പേരെ കണ്ടതായി നാട്ടുകാർ. മൂവരും ഇന്നലെ വൈകുന്നേരം 7:45 കറുത്ത വസ്ത്രം ധരിച്ച് ഒരു വീട്ടിൽ കയറി ഭക്ഷണവും വെള്ളവും ചോദിച്ചെന്നും തുടർന്ന് ഭക്ഷണത്തിന് ശേഷം അവർ വീട്ടിലുണ്ടായിരുന്ന 13 വയസ്സുള്ള ഒരു കുട്ടിയെ കൂടെ കൊണ്ടുപോയതായും നാട്ടുകാർ പറയുന്നു. എന്നാൽ കുട്ടി ഇവരുടെ പക്കൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം പ്രദേശത്ത് മാർച്ച് 28 നടന്ന ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. 4 സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത മാസം ജമ്മുകാശ്മീർ സന്ദർശിക്കും. കത്വയിലടക്കം ഭീകരാക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി അമിത്ഷാ ജമ്മുവിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേരുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. കേന്ദ്രഭരണ പ്രദേശത്ത് സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾക്കിടയിലാണ് ഈ സന്ദർശനം. വീണ്ടും കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് ശശി തരൂർ. കൊറോണ കാലത്ത് മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മികവുറ്റതായിരുന്നുവെന്ന് ദി വീക്കിൽ ലേഖനം. വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യ ചൈനയേക്കാൾ ശക്തിയുള്ള ആഗോള നേതാവായി മാറിയെന്നും ശശി തരൂർ.
കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രശംസിക്കുന്ന നിലപാട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും എംപിയുമായ ശശി തരൂർ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ദ വീക്കിലെ ലേഖനത്തിലാണ് കൊറോണ കാലത്ത് മോദി സർക്കാർ നടത്തിയ ഇടപെടലുകളെ ശശി തരൂർ വാനോളം പ്രശംസിക്കുന്നത്. മികച്ച പ്രതിരോധ സേവന പ്രവർത്തനമാണ് മോദി സർക്കാർ നടത്തിയത്. ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത വാക്സിനുകൾ സ്വന്തം ജനതയ്ക്ക് നൽകുന്നതോടൊപ്പം മറ്റു രാജ്യങ്ങൾക്കും തുല്യമായി വിതരണം ചെയ്തുകൊണ്ട് ആശ്വാസം നൽകി. മഹാമാരിയുടെ ഇരുണ്ട ദിനങ്ങൾക്കിടയിൽ വാക്സിൻ വിതരണം ഇന്ത്യയെ ചൈനയേക്കാൾ ശക്തിയുള്ള ആഗോള നേതാവാക്കി മാറ്റി. ലോക വാക്സിൻ ഉൽപാദന കേന്ദ്രമെന്ന ഖ്യാതി നേടാനും രാജ്യത്തിന് സാധിച്ചതായും ശശി തരൂർ വ്യക്തമാക്കി. കൊറോണ കാലത്തെ ഭാരതത്തിന്റെ ഇടപെടലുകളെ നിരവധി ലോക നേതാക്കൾ അഭിനന്ദിച്ചിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലുൾപ്പെടെ ആഗോളതലത്തിൽ നരേന്ദ്രമോദി നടത്തുന്ന ഇടപെടലുകളെയും പ്രവർത്തനങ്ങളെയും നേരത്തെയും ശശി തരൂർ പ്രശംസിച്ചിരുന്നു. രാഹുൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതൃത്വം വിലക്കിയിട്ടും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അനുകൂലിച്ചും പ്രശംസിച്ചുമുള്ള പ്രസ്താവനകൾ തരൂർ തുടരുകയാണ്. ജനം, ഡൽഹി. കേന്ദ്രത്തിനെതിരെ ദക്ഷിണേന്ത്യ ഒരുമിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. മണ്ഡല പുനർനിർണയത്തെ എതിർക്കണമെന്നും സ്റ്റാലിന്റെ ആഹ്വാനം. ത്രിഭാഷാ പദ്ധതി അനുവദിക്കരുതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി. കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭാഗമായ പ്രസിദ്ധമായ അശ്വതി കാവുതീണ്ടൽ അല്പസമയത്തിനകം. പള്ളിവാളിന്റെയും കാൽച്ചിലമ്പിന്റെയും ധ്വനികളും ആത്മസമർപ്പണത്തിന്റെ ചുടുചോരയുമായി ചെമ്പട്ടുടുത്ത കോമരങ്ങളും 10,000-കണക്കിന് ഭക്തരുമാണ് ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. ക്ഷേത്ര നഗരിയെ ഭക്തിയിൽ ആറാടിച്ചാണ് കാവുതീണ്ടൽ. കിരൺ കുമാർ ചേരുന്നു. കിരൺ, അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. രോഹിണി, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അശ്വതി കാവുതീണ്ടൽ നടക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൊടുങ്ങല്ലൂർ കാവ് മുഴുവൻ തന്നെ ഭക്തിസാന്ദ്രമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവർ അമ്മയോടുള്ള തങ്ങളുടെ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ തൃച്ചന്ദ്ര ചാർത്ത് ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഈ അശ്വതി കാവുതീണ്ടലിന് മുന്നോടിയായിട്ടാണ് തൃച്ചന്ദ്ര ചാർത്ത് ക്ഷേത്രത്തിൽ നടക്കുക. അതീവ രഹസ്യമായിട്ട് നടക്കുന്ന ഈ ചടങ്ങ് ക്ഷേത്രത്തിനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറോളം ഈ ചടങ്ങിനായി തന്നെ വേണ്ടിവരും. ഇതിന് ശേഷമാണ് ഈ വിശ്വപ്രസിദ്ധമായിട്ടുള്ള അശ്വതി കാവുതീണ്ടലിലേക്ക് കടക്കുക. 3 മണിയോടുകൂടി തന്നെ കാവുതീണ്ടൽ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാവുതീണ്ടലിന് മുന്നോടിയായിട്ട് തന്നെ കോട്ടയം കോവിലകത്തെ രാജാവിൻ്റെ പ്രതിനിധി അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള നിലപാട് തറയിൽ വന്നിരിക്കും. അതിനുശേഷം പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ഇന്നത്തെ ദിവസത്തെ, അതായത് തൃച്ചന്ദ്ര ചാർത്ത് പൂജ, ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന അടികൾ അവർ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയും പിന്നീട് രാജാവിൽ നിന്ന് അനുമതി വാങ്ങുകയും ചെയ്യും. അതിനുശേഷം രാജാവ് അനുമതി കൊടുക്കുന്നതോടുകൂടി പട്ടുകൂട ഉയർത്തിക്കൊണ്ടാണ് അശ്വതി കാവുതീണ്ടലിന് അനുമതി ലഭിക്കുക. ഈ സമയം കാവുതീണ്ടാനായിട്ട് അനുമതികളുള്ള ഓരോ സംഘങ്ങളും അവർ കാവുതീണ്ടൽ ആരംഭിക്കും. ഈ കാവുതീണ്ടൽ പൂർത്തിയാക്കി ക്ഷേത്രത്തിലെ നട ഈ മീനഭരണി ഉത്സവം പൂർത്തീകരിച്ചുകൊണ്ട് നട അടക്കും. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ കൊടുങ്ങല്ലൂരിലേക്ക് എത്തി ഈ പല ഭാഗങ്ങളിൽ നിന്നുള്ള കോമരങ്ങളെല്ലാം തന്നെ കൊടുങ്ങല്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നും അടക്കം നിരവധി ഭക്തരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ കൊടുങ്ങല്ലൂർ കാവിലെത്തി അവർ ഇന്നത്തെ ദിവസത്തെ ഈ ചടങ്ങ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പോലെ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഈ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവരുടെ ഭക്തി അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ തൃച്ചന്ദ്ര ചാർത്ത് ചടങ്ങ് കൂടി പൂർത്തീകരിച്ച് ഇറങ്ങുന്നതോടുകൂടി തന്നെ രാജാവ് പിന്നീട് ഈ അശ്വതി കാവുതീണ്ടലിന് അനുമതി കൊടുക്കും. അശ്വതി കാവുതീണ്ടലോടുകൂടി തന്നെ ഈ വർഷത്തെ മീനഭരണി മഹോത്സവം സമാപിക്കുന്നതായിരിക്കും. രോഹിണി, കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സംഘങ്ങളായാണല്ലോ അവിടെ അശ്വതി കാവുതീണ്ടലിനായി കോമരങ്ങൾ എത്തുന്നത്. ഈ സംഘങ്ങളെല്ലാം ഒരുമിച്ച് ഇപ്പോൾ ഒത്തുചേർന്നിട്ടുണ്ടോ? കാരണം അല്പസമയത്തിനകം തന്നെ കാവുതീണ്ടൽ നടക്കും എന്നറിയാൻ കഴിയുന്നുണ്ട്. തുടർന്ന് ഇവർ ഒരുമിച്ചുള്ള പ്രയാണമായിരിക്കുമോ കാവുതീണ്ടൽ? തീർച്ചയായിട്ടും രോഹിണി, ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചതാണ്. ക്ഷേത്രത്തിലെ ഈ പതിവ് ചടങ്ങുകൾ, ഈ മറ്റ് ഉഷപൂജ അടക്കമുള്ള പൂജകൾ, അതൊക്കെ എല്ലാം തന്നെ ഇന്നത്തെ ദിവസം വളരെ നേരത്തെ തന്നെ പൂർത്തീകരിക്കും. അതിനുശേഷം 1 മണിയോടുകൂടിയാണ് ഈ തൃച്ചന്ദ്ര ചാർത്ത് ചടങ്ങ് ആരംഭിക്കുക. ഇത് അതീവ രഹസ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. ദാരികരെ വധിച്ചതിന് ശേഷം ദേവി ദിനരാത്രങ്ങൾ നീണ്ടുന്ന ഈ പോരാട്ടത്തിനൊടുവിൽ പിന്നീട് തിരികെ എത്തുകയും പരിക്കേറ്റിട്ടുള്ള ദേവിയുടെ ശരീരത്തിലെ മുറിവുകൾ ഉണക്കാൻ നടത്തിയിട്ടുള്ള വൈദ്യ ചികിത്സയാണ്
ഈ തൃച്ചന്ദ്ര ചാർത്ത് എന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ വളരെ രഹസ്യമായിട്ടുള്ള, അതീവ രഹസ്യമായിട്ടുള്ള രീതിയിലാണ് നടക്കുക. ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇനി മറ്റ് ചടങ്ങുകളിലേക്ക് കയറും. ഈ സമയത്തെല്ലാം തന്നെ പല സംഘങ്ങൾ, ഈ കോമരങ്ങളുടേതായിട്ടുള്ള സംഘങ്ങളെല്ലാം തന്നെ കാവിനെ വലം വെച്ച്, ദേവിയെ വലം വെച്ച് തൊഴുതു മാറിയിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഈ കാവിൻ്റെ ചുറ്റുമായി തന്നെ കോമരങ്ങൾ അവരുടെ തുള്ളലൊക്കെ എല്ലാം കഴിഞ്ഞ് ഇനി ഈ കാവ് തീണ്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ ഇങ്ങോട്ട് പുതിയതായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന സംഘങ്ങൾ, ആ സംഘങ്ങൾ അവരുടെ കാവ് നീണ്ടൽ മുന്നോടിയായിട്ടുള്ള ദേവിയെ, ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ടുള്ള മറ്റ് ചടങ്ങുകൾ പൂർത്തീകരിക്കുകയാണ്. മാത്രമല്ല ഈ സമയത്തുള്ള പ്രത്യേകത, ഇവർ ദേവിക്കായി കൊണ്ടുവന്നിട്ടുള്ള പ്രസാദങ്ങൾ അത് അർപ്പിക്കും. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ദിവസം ക്ഷേത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ പ്രസാദങ്ങൾ സമർപ്പിക്കുക. ഈ ഭക്തർ ഈ ചടങ്ങ് കൂടി പൂർത്തീകരിച്ചതിന് ശേഷം ഏതായാലും ഈ തൃച്ചന്ദ്ര ചാർത്തും കൂടി കഴിഞ്ഞ് രാജാവ് അനുമതി നൽകുന്നതോടുകൂടി തന്നെ അശ്വതിക്കാവ് തീണ്ടലിൻ്റെ ചടങ്ങിലേക്ക് ആരംഭിക്കും. കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചെമ്പോല തകിടിൽ, മേൽക്കൂരയിൽ അടിച്ചുകൊണ്ടായിരിക്കും അവർ ഈ കാവ് തീണ്ടൽ പൂർത്തീകരിക്കുക. എന്നാലും ഈ കാവ് തീണ്ടൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. രോഹിണി. ശരി, അശ്വതി കാവ് തീണ്ടൽ അല്പസമയത്തിനകം കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് ഇത്തവണയും കർമ്മനിരതരാണ് സേവാഭാരതി പ്രവർത്തകർ. ആയിരക്കണക്കിന് ഭക്തർക്കാണ് ഓരോ ദിവസവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അന്നദാനം നടത്തുന്നത്. ഭരണിയോടനുബന്ധിച്ചുള്ള 3 ദിവസങ്ങളിലായി ഏതാണ്ട് 2 ലക്ഷത്തോളം പേർക്കാണ് സേവാഭാരതി ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഉൾപ്പെടെ ക്ഷേത്രത്തിനടുത്ത് തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ വെച്ചാണ് വിതരണം ചെയ്യുന്നത്. അമ്മമാരടക്കം ഏതാണ്ട് 1500ഓളം പേരാണ് ഓരോ ദിവസവും ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിളമ്പുന്നതിനും മറ്റുമായി സജീവമായി ഉള്ളത്. നമ്മൾ 3 ദിവസമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. 3 ദിവസം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഷിഫ്റ്റുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ദിവസം ഒരു 3 ഷിഫ്റ്റ് ആക്കിയിട്ട് 3 ദിവസങ്ങൾ, അങ്ങനെ ഒരു 8-9 ഷിഫ്റ്റുകളായിട്ട് തിരിക്കും. അപ്പോൾ ഒരു ഷിഫ്റ്റിൽ എങ്ങനെ പോയാലും ഒരു 1500ഓളം പ്രവർത്തകർ, അത് പകുതിയിലധികം അമ്മമാർ ആണ് അതിൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ എല്ലാത്തിലും ഭാഗഭാക്കായിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊടുങ്ങല്ലൂരിന് ചുറ്റുമുള്ള ഏതാണ്ട് 80ഓളം ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിവിടെ സേവന പ്രവർത്തനങ്ങൾക്കായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ 3 ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഒരു 5000ഓളം പ്രവർത്തകർ ആ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. അന്നദാനത്തിന് പുറമെ വൈദ്യസഹായവും കുടിവെള്ള വിതരണം തുടങ്ങി വിവിധ സേവന മേഖലകളിലും സേവാഭാരതി പ്രവർത്തകർ സജീവമാണ്. ജനം, തൃശൂർ. പൈങ്കുനി ഉത്രം ഉത്സവത്തിനും വിഷു മഹോത്സവത്തിനും മേടമാസ പൂജകൾക്കുമായി ശബരിമല നട നാളെ തുറക്കും. നാളെ മുതൽ തുടർച്ചയായി 18 ദിവസമാണ് നട തുറന്നിരിക്കുക. ഏപ്രിൽ 2-ന് പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയേറും. ഏപ്രിൽ 11-ന് പമ്പയിൽ ആറാട്ട് നടക്കും. സന്നിധാനം ശരണമന്ത്രമുഖരിതമായ 18 നാടുകളിലേക്ക് ഏപ്രിൽ 2-ാം തീയതി മുതൽ ദിവസവും പുലർച്ചെ 5-ന് നട തുറന്ന് പതിവ് പൂജകൾ, കലശാഭിഷേകം, ഉച്ചപൂജ, മുളയിടിയിൽ, ദീപാരാധന, പടിപൂജ, ശ്രീഭൂതബലി, അത്താഴപൂജ എന്നിവ ഉണ്ടാകും. ഏപ്രിൽ 2-ന് രാവിലെ 9:45-നും 10:45-നും മധ്യേ തന്ത്രി കണ്ഠരര് രാജീവര്, കണ്ഠരര് ബ്രഹ്മദത്തൻ, മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയേറ്റു. ഏപ്രിൽ 10-ന് ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത്. രാത്രി 10-ന് പള്ളിവേട്ട കഴിഞ്ഞെത്തി പള്ളിക്കുറുപ്പിന് ശേഷം നടയടയ്ക്കും. ഏപ്രിൽ 11-ന് ആറാട്ട്. രാവിലെ 7:30-ക്ക് ഉഷപൂജയ്ക്കും ആറാട്ട് ബലിക്ക് ശേഷം 9-ന് പമ്പയിലേക്ക് ആറാട്ട് പുറപ്പെടും. രാവിലെ 11 മണിക്ക് പമ്പയിൽ നടക്കുന്ന ആറാട്ടിന് ശേഷം പമ്പ ഗണപതി കോവിലേക്ക് ഭഗവാൻ എഴുന്നള്ളും. വൈകിട്ട് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് മടങ്ങും. ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തിയ ശേഷം കൊടിയിറക്കാം. മേട വിഷു ഉത്സവം 10-ന് ആരംഭിക്കും. 14-നാണ് വിഷു. ഏപ്രിൽ 18-ന് രാത്രി 10 മണിക്ക് പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കും. ജനം, പത്തനംതിട്ട.
തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം നിയമോപദേശം തേടും. അഡ്വക്കേറ്റ് ജനറലിനോടാണ് നിയമോപദേശം തേടുക. വെടിക്കെട്ട് നടത്താൻ എന്തെങ്കിലും നിയമസാധുതയുണ്ടോ എന്നാരായുകയാണ് നിയമോപദേശം തേടുന്നതിന്റെ ലക്ഷ്യം. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം ചെറിയ പെരുന്നാൾ വിപുലമായി ആഘോഷിച്ച് വിശ്വാസികൾ. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹുകളിൽ 10,000-കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഈദ്ഗാഹുകളിൽ മതപണ്ഡിതർ ലഹരിക്കെതിരെ സന്ദേശവും നൽകി. ഒരു മാസത്തെ റംസാൻ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ നടന്ന ഈദ്ഗാഹിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കോഴിക്കോട് ബീച്ച് പരിസരത്തൊന്നാകെ തക്ബീർ ധ്വനികൾ മുഴങ്ങി. ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം മതപണ്ഡിതർ ലഹരിക്കെതിരെ സന്ദേശവും നൽകി. പെരുന്നാൾ അടുത്തതോടെ ആരും പട്ടിണി കിടക്കരുതെന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ ദിവസം തന്നെ ഫിക്കർ സക്കാത്ത് വിതരണം ചെയ്തിരുന്നു. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമാണ്. സ്ഥിരമായിട്ട് വീട്ടിൽ കുറേ ആളുകൾ വരും. അവിടെ വീടിൻ്റെ അടുത്തുള്ള ആളുകളും അന്യമതസ്ഥരായ ആളുകളൊക്കെ കടന്നു വരും. ഇന്നലെ തന്നെ അവർക്കുള്ള പലഹാരങ്ങൾ, ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു 4-5 വീടുകൾ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. അവർക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇന്നലെ രാത്രി കൊണ്ടുപോയി കൊടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ വരും. പിന്നെ കുടുംബ വീടുകൾ സന്ദർശിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാടും നഗരവും പെരുന്നാൾ വൈബിലേക്ക് ഉണർന്നു കഴിഞ്ഞു. പുത്തൻ വസ്ത്രമണിഞ്ഞും കുടുംബ വീടുകളിൽ സന്ദർശനം നടത്തിയും പെരുന്നാൾ നിറവിലാണ് വിശ്വാസികൾ. പെരുന്നാൾ ആഘോഷം എന്ന് പറഞ്ഞാൽ കാലത്ത് ഈദ്ഗാഹിൽ വന്ന് നമസ്കാരത്തിൽ പങ്കെടുത്ത് സൗഹൃദം പങ്കുവെച്ച് തിരിച്ചു പോവുക, ദാനധർമ്മങ്ങൾ കൊടുക്കുക. പിന്നീടുള്ള മുഖ്യമായ കർമ്മം ഫാമിലി വിസിറ്റിംഗ് ആണ്. നമ്മുടെ സുഹൃത്തുക്കളെ കാണുക, കുടുംബത്തിലെ അംഗങ്ങളെ പോയി ക്ഷമാശം സ്വീകരിക്കുക, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നീടുള്ളത് ഈദ്, നമ്മൾ പറയുന്ന ലഞ്ച്, കുടുംബം ഒന്നായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക, പിരിയുക. അപ്പോഴും ഇതിലെല്ലാം ദൈവസ്മരണയും പ്രാർത്ഥനയുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും വെളിച്ചം വീശിയ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ് നാടും നഗരവും. Wish you a very happy and prosperous Eid al-Fitr to all and each and everybody throughout the world. ജനം, കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം പൂർണ്ണമായി പുനരാരംഭിക്കാത്തതിനാൽ ദുരിതത്തിലായി രോഗികൾ. വിതരണക്കാർക്ക് കുടിശ്ശിക ഇനത്തിലെ തുക നൽകിയെന്നും വിതരണം പഴയപടിയായി എന്നുമായിരുന്നു അധികൃതരുടെ അവകാശവാദം. എന്നാൽ എല്ലാം മുഖം രക്ഷിക്കാനുള്ള ഇടപെടൽ മാത്രമായിരുന്നുവെന്ന് വ്യക്തമാവുകയാണ്. പിത്താശയത്തിൽ കല്ലും മഞ്ഞപ്പിത്തമായിട്ട് എൻ്റെ പങ്ങൾ സിക്കിൾ സെൽ പേഷ്യൻറ്റും കൂടിയാണ്. അപ്പോൾ അവിടെ കാണിച്ചാൽ പറഞ്ഞു അവിടെ അവർക്ക് ഇത് പിന്നെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിലൊന്നും ഇതിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കതായ ചികിത്സ കിട്ടില്ല, നിങ്ങൾ കോഴിക്കോട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അഡ്മിറ്റായി. എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് സ്റ്റെൻഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ 2 സാധനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഓപ്പറേഷൻ നടക്കാൻ, എൻഡോസ്കോപ്പി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സിസ്റ്റർ ട്രൈബലിലേക്ക് ഒരു ചീട്ട് തന്നിട്ട് വിട്ടു. അപ്പോൾ അവർ പറഞ്ഞു അതിവിടെ കിട്ടാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വയനാട് ചൂതുപാറ സ്വദേശിയും വനവാസിയുമായ ശിവചന്ദ്രൻ ചികിത്സയ്ക്കായി സഹോദരി ഭാരതിയെയും കൊണ്ടാണ് കിലോമീറ്ററുകൾ താണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട്. പിത്താശയത്തിൽ കല്ലുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കും പരിശോധനയ്ക്കുമായി 2 ആഴ്ചയായി ആശുപത്രി വാർഡിലാണ്. എൻഡോസ്കോപ്പിക്കായി സ്റ്റെൻഡ് ഇല്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഇതിനായി നീതിന്യായ സ്റ്റോറുകൾ ഓരോ ദിവസവും കയറിയിറങ്ങുകയാണ്. ഡോക്ടേഴ്സ് കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രോഗിനെ അവർ തിയേറ്ററിൽ കയറ്റിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ ഞാനത് വാങ്ങിത്തരാം. അങ്ങനെ ഞാൻ ന്യായവില മെഡിക്കൽ സ്റ്റോറിൽ വന്ന് ചോദിച്ചു. അപ്പോൾ എവിടെയില്ല സാധനം. അങ്ങനെ ന്യായവില മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അയാൾ പറഞ്ഞു ഞാനിങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ സർജിക്കൽ അവിടെ പോയ സമയത്ത് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അവിടെ സാധനം ഉണ്ട്, നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് ഞാൻ ആ സാധനം 650 വാങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അത് കൊണ്ട് കൊടുത്താൽ പിന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇവർ ട്രൈബലാണെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന പോലെ ചെയ്യാം, പൈസ ഉണ്ടോ ഇല്ല എന്നുള്ള പിന്നീടുള്ള വിഷയം. പക്ഷേ ഇവർ എന്താ പറയുന്ന ഇവർ പറയും നിങ്ങൾ മെഡിക്കൽ അവിടെ ആസ്പത്രി അവിടെ പറഞ്ഞാൽ മതി, അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ ചെയ്യുമെന്ന് പറഞ്ഞു. നട്ടെല്ലിന് രോഗം ബാധിച്ച ഭാര്യയെയും കൊണ്ട് ചികിത്സ തേടിയെത്തിയ കണ്ണനും ഇതേ ഗതികേടിലാണ്. മരുന്ന് കിട്ടാതെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബം. മരുന്ന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അവിടെ പോയിട്ട് ഇൻഷുറിൽ ഇതാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാരുണ്യയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാരുണ്യയിൽ പറയും ഇവിടെ ഇല്ല മരുന്ന്, അത് അപ്പുറത്ത് പോയിക്കോളാൻ പറയും. അപ്പുറത്ത് പോകുമ്പോൾ അവിടെ ഉള്ള മരുന്ന് വരും, എന്നിട്ട് പുറത്ത് പോയിക്കോളാൻ പറയും.
നമ്മൾ പുറത്ത് പോയി മേടിക്കണം, ഇൻഷുർ ഇതാക്കി കഴിഞ്ഞാലും. അതാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ബുദ്ധിമുട്ട് തന്നെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 90 കോടിയോളം രൂപ കുടിശ്ശിക വന്നതിനാൽ മരുന്ന് വിതരണ കമ്പനികൾ മാസങ്ങളായി നടത്തിവരുന്ന സമരമാണ് കഴിഞ്ഞ ദിവസം പിൻവലിച്ചത്. മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കാനും ചർച്ചയിൽ തീരുമാനമായിരുന്നു. എന്നാൽ കാര്യങ്ങൾ പഴയപടിയാണെന്നും എല്ലാം കണ്ണിൽ പൊടിയിടാനുള്ള ഇടപെടൽ മാത്രമാണെന്നുമുള്ള വസ്തുതയാണ് വെളിച്ചത്ത് വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ചു എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. സാധാരണക്കാരായ നിരവധി രോഗികളാണ് ഇവിടെ എത്തി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാത്തത്? ഇവരുടെ പ്രശ്നത്തിന് ഉടനടി പരിഹാരമുണ്ടാകുമോ? ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. സംസ്ഥാനത്ത് താപനില കുതിച്ചുയരുന്നു. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയെന്നാണ് പ്രവചനം. ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയെ തുടർന്ന് മൂന്നാറിലും കോന്നിയിലും കൊട്ടാരക്കരയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 12 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. പാലക്കാട് ജില്ലയിലാകും ഉയർന്ന ചൂട് അനുഭവപ്പെടുക. 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാം. തൃശൂർ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയർന്നേക്കാം. അതേസമയം മറ്റന്നാൾ മുതൽ 2 ദിവസം വേനൽമഴ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. സംസ്ഥാനത്ത് ലഹരി വസ്തുക്കളുടെ കുത്തൊഴുക്ക് തുടരുമ്പോഴും പ്രതിരോധിക്കാനാകാതെ പോലീസ്. ഇന്ധനക്ഷാമവും ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതുമാണ് പ്രതിസന്ധി. റൂറൽ മേഖലകളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് പ്രതിസന്ധി കൂടുതലും തിരിച്ചടിയാകുന്നത്. നഗരപ്രദേശങ്ങൾക്ക് സമാനമായി ഗ്രാമീണ മേഖലകളിലും ലഹരിയൊഴുക്ക് വ്യാപകമാകുമ്പോഴാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രതിസന്ധി തിരിച്ചടിയാകുന്നത്. കേസുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓടിയെത്താൻ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. അതോടൊപ്പം ഇന്ധനക്ഷാമം കൂടിയായതോടെ പലയിടത്തും കൃത്യസമയത്തിന് പോലീസിന് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഇതുമൂലം കുറ്റവാളികളെ പിടികൂടാൻ കഴിയാത്ത സ്ഥിതിയാണ്. തലസ്ഥാന നഗരിയിൽ കോവളം, പൂവാർ മേഖലകളിലും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലുമെല്ലാം ലഹരിയൊഴുക്ക് സുഗമമാണ്. എന്നാൽ ഈ മേഖലകളിൽ കൃത്യസമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എത്തപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണ്. കഴക്കൂട്ടം, കാരോട് ബൈപ്പാസ്, കാഞ്ഞിരംകുളം തുടങ്ങിയുള്ള വിവിധയിടങ്ങൾ മയക്കുമരുന്ന് സംഘങ്ങളുടെ കേന്ദ്രങ്ങളായി മാറിയെന്നാണ് പരാതി. മിക്കവാറും രാത്രികാലങ്ങളിലാണ് അതിർത്തി കടന്ന ലഹരി വസ്തുക്കൾ എത്തുന്നത്. എന്നാൽ പോലീസിലെ വാഹന സൗകര്യത്തിന്റെ അപര്യാപ്തത ഇത്തരക്കാരെ പിടികൂടുന്നതിൽ തിരിച്ചടിയാകുന്നുണ്ടെന്നാണ് വിവരം. പലപ്പോഴും മൽപ്പിടുത്തങ്ങളിലൂടെയും സംഘടനകളിലൂടെയുമാണ് പ്രതികളെ കീഴടക്കുന്നത്. സംഘടനകളിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ നഗരപ്രദേശങ്ങളിൽ പരിശോധനകൾ ശക്തമായി നടക്കുന്നുണ്ട്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി പരിശോധനകൾ ഊർജിതമാക്കിയാൽ മാത്രമേ സംസ്ഥാനത്തേക്കുള്ള ലഹരിയൊഴുക്ക് തടയിടാൻ സാധിക്കൂ. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. ജനം, തിരുവനന്തപുരം. ലഹരിക്കെതിരെ പോരാട്ടം ശക്തമാക്കുമ്പോൾ പരിശോധനയ്ക്ക് പോകാൻ വാഹനം പോലുമില്ലാതെ എക്സൈസ് ഉദ്യോഗസ്ഥർ. കൊല്ലം അഞ്ചൽ എക്സൈസ് ഓഫീസിലാണ് ഈ ദുരിതം. പലതവണ പരാതി ബോധിപ്പിച്ചെങ്കിലും എക്സൈസ് വകുപ്പും സർക്കാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ എക്സൈസ് പരിധിയായ അഞ്ചലിലാണ് ഈ സംഭവം. ലഹരി മാഫിയ സംഘങ്ങളുടെ വിവരം ലഭിച്ചാൽ പോലും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. ഈ വർഷം ജനുവരിയോടെ ആകെയുണ്ടായിരുന്ന ജീപ്പിന്റെ കാലാവധി കഴിയുകയും കട്ടപ്പുറത്താവുകയും ചെയ്തു. ഇത് ചൂണ്ടിക്കാട്ടി പലതവണ എക്സൈസ് വകുപ്പിനെ കാര്യം ബോധിപ്പിച്ചു. എന്നാൽ വാഹനം അനുവദിച്ചു നൽകാൻ തയ്യാറായിട്ടില്ല. ഈ അഞ്ചൽ റേഞ്ചില് വാഹനമില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വാഹനം ഇല്ലാതെ വന്നത് നമ്മളുടെ വാഹനത്തിന്റെ കാലാവധി 15 വർഷം കഴിഞ്ഞതിനാൽ ആ വാഹനം നിരത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് കാരണമാണ് വാഹനമില്ലാതിരിക്കുന്നത്. ഈ വാഹനമില്ലാതിരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് വളരെയധികം പ്രയാസമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈഡുകൾ പോകുന്നതിന്, അതേപോലെ തന്നെ ഈ കൊല്ലത്ത് തന്നെ ഏറ്റവും വലിയ റേഞ്ചാണ്, മലയോര പ്രദേശങ്ങൾ അടങ്ങിയിട്ടുള്ള മേഖലയാണ്. ആ മേഖലയിൽ ആര്യങ്കാവ് മുതൽ അച്ചൻകോവിൽ മുതൽ ഇങ്ങനെ ഓയിൽ വരെ കിടക്കുന്ന വളരെ വിസ്തൃതിയുള്ള ഒരു റേഞ്ചാണ്. അതുകൊണ്ട് വാഹനമില്ലാത്തത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മന്ത്രിമാർക്കടക്കം സുഖസഞ്ചാരത്തിനായി വാഹനങ്ങൾ വാങ്ങാൻ കോടികൾ മുടക്കുമ്പോഴാണ് എക്സൈസ് ഓഫീസിനോട് ഈ അവഗണന. മലയോര മേഖലയും അതിർത്തി പ്രദേശമായ ആര്യങ്കാവും അച്ചൻകോവിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. പല ലഹരി കേസുകളും ഇവിടെയുണ്ട്. രാസലഹരി ഉപയോഗമടക്കം വ്യാപകമായ സാഹചര്യത്തിലാണ് പരിശോധനയ്ക്ക് പോലും പോകാൻ സാധിക്കാതെ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടുന്നത്.
ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് MDMA അടക്കമുള്ള ലഹരി കച്ചവടം നടക്കുന്നത്. വാഹനം അനുവദിച്ചു നൽകാൻ സർക്കാർ ഉടൻ തയ്യാറായില്ലെങ്കിൽ പ്രദേശം ലഹരി മാഫിയയുടെ കൈപ്പിടിയിലാകുമെന്നതാണ് ആശങ്ക. ജനം, കൊല്ലം. തലസ്ഥാനത്ത് അപകട ഭീഷണിയായി റോഡിലെ കുഴികൾ. വഞ്ചിയൂരിലെ പ്രധാന റോഡിലെ കുഴി യാത്രക്കാർക്ക് മരണക്കുഴിയാണ്. നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. ഇത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ്, വഞ്ചിയൂർ റോഡ്. ഈ വഴി വരുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മരണക്കെണി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. തലസ്ഥാനത്തെ റോഡിലെ കുഴികൾ അപകട കെണികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വഞ്ചിയൂർ റോഡിന് മധ്യഭാഗത്ത് വളരെ ആഴമേറിയ കുഴി രൂപപ്പെട്ടിട്ട് കാലങ്ങളായി. രാത്രികാലങ്ങളിൽ ഇവിടെ അപകടം സംഭവിക്കുന്നത് പതിവാണ്. വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്ന് കല്ലിട്ട് താൽക്കാലിക പരിഹാരം കണ്ടെങ്കിലും അപകട സാധ്യത ഒഴിയുന്നില്ല. ഇത് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാൾ ഇവർ വന്ന് കുറച്ച് മണ്ണ് കുറച്ചിടും, കുറച്ച് കീല് ഒഴിച്ചിട്ട് പോകും. പക്ഷേ ഒരു ശാശ്വതമായിട്ട് പരിഹാരമില്ല. കുട്ടികളുമായിട്ടൊക്കെ വണ്ടി വരുമ്പോൾ രാത്രിയാകുമ്പോൾ ചിലപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തൂല, നേരെ വന്ന് ഇതിലാണ് വീഴുന്നത്. രാത്രിയൊക്കെ വണ്ടികൾ ഈ വളവ് ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഇത് ഇങ്ങനെ വച്ച് കഴിയുമ്പോൾ ഇത് പെഡസ്ട്രിയൻസിനും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വലിയ വണ്ടികൾ വരുമ്പോൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറിയാണ് വരുന്നത്, ഈ ഫുട്പാത്തിൻ്റെ ഇങ്ങോട്ട് കയറിയൊക്കെയാണ് വരുന്നത്. ഭാരമുള്ള വാഹനങ്ങൾ ഏറെ കടന്നു പോകുന്ന വഴിയിലെ കുഴികൾ ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്ത് പരിഹരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. സമാനമായ മരണക്കുഴി ബേക്കറി ജംഗ്ഷന് സമീപമുള്ള റോഡിലുമുണ്ട്. സംസ്ഥാനത്തെ റോഡുകൾ വികസന കുതിപ്പിലേക്കെന്ന് ഇടത് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ മരണക്കുഴികൾ റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായുള്ളത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം കൊച്ചുള്ളൂരിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി എടുത്ത കുഴി മൂടാതെ വാട്ടർ അതോറിറ്റി. 2 മാസം മുൻപ് ആരംഭിച്ച റോഡിന്റെ അറ്റകുറ്റപ്പണി ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കുഴിയിൽ വെള്ളം നിറഞ്ഞ് ചെളിയായതോടെ കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. തിരുവനന്തപുരം കൊച്ചുള്ളൂരിൽ പ്രദേശവാസികളെ ദുരിതത്തിലാക്കി ജല അതോറിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികൾ. ഉള്ളൂർ ഗാർഡൻസ് റോഡിലാണ് 2 മാസമായി റോഡ് കുഴിച്ചിട്ടിരിക്കുന്നത്. 2 മാസത്തിൽ കൂടുതലായി. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് വരാൻ. ഞങ്ങൾ ഒരു വലത് കറങ്ങിയൊക്കെയാണ് വരുന്നത്. 2 വീലർ ഇല്ലാത്തവരും ഉണ്ട്. നടന്നു പോകാൻ പോലും വഴിയില്ലാത്ത രീതിയിലാണ് ഇങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത്. സീവേജ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ടാർ ചെയ്തിരുന്ന റോഡിന്റെ നടുവിലൂടെ പൈപ്പ് സ്ഥാപിക്കുന്ന ജോലികൾ 2 മാസം മുൻപാണ് ആരംഭിച്ചത്. ഉടൻ ജോലികൾ തീർക്കുമെന്നായിരുന്നു ജല അതോറിറ്റി പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് ഗണപതി കല്യാണം പോലെ നീളുകയാണ്. ഇത് ഒരു 2 മാസത്തോളം പ്രധാനമായിട്ട് ഈ 2 വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടക്കാൻ പോലും ഇപ്പോഴാണ് ഇത് നടക്കാൻ എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പറഞ്ഞ് ഇതിനിടയ്ക്ക് ഇവരുടെ ഈ ഒരു പൈപ്പ് വേറെ പ്ലോട്ടിലോട്ട് കയറി പോയെന്നൊക്കെയാണ് പറഞ്ഞത്. ഈ അടിക്കൂടാണ് പൈപ്പ് പോകുന്നത്. അത് വേറൊരു പ്ലോട്ടിലോട്ട് കയറി അതാണ് ഈ ഡിലേ ആവാനുള്ള കാരണം എന്നാണ് കോൺട്രാക്ടർ പറയുന്നത്. നിരവധി വീടുകളാണ് ഇവിടെ ഉള്ളത്. റോഡിൽ മണ്ണ് നിറഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇത് കാരണം ഇവിടെയുള്ളവർക്ക് വാഹനങ്ങൾ പുറത്തിറക്കാനും കഴിയുന്നില്ല. റോഡിലൂടെ നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. വിഷയം പലതവണ ജല അതോറിറ്റി അധികൃതരെ അറിയിച്ചെങ്കിലും പരിഹാരമുണ്ടാക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. എത്രയും വേഗം ജോലികൾ തീർത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കലയിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. ഉത്സവം കണ്ട് മടങ്ങിയവർക്കിടയിലേക്കാണ് റിക്കവറി വാഹനം ഇടിച്ചു കയറിയത്. അപകടശേഷം ഓടി രക്ഷപ്പെട്ട ഡ്രൈവർക്കായി പോലീസ് തിരച്ചിൽ തുടരുന്നു. മലപ്പുറം കാടാമ്പുഴ മാറാക്കരയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കിണറ്റിലേക്ക് വീണ് 2 പേർ മരിച്ചു. അച്ഛനും മകനുമാണ് മരിച്ചത്. മാറാക്കര സ്വദേശികളായ ഹുസൈൻ, മകൻ ഫാരിസ് ബാബു എന്നിവരാണ് മരിച്ചത്. രാവിലെ 10:30യോടെയായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റ ഇരുവരെയും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ചിന്മയ മിഷൻ കേരള അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ കാസർഗോഡ് നടന്ന ജില്ലാ സമ്മേളനം ചിന്മയ മിഷൻ കേരള മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുമതത്തിന് ഒരു വ്യത്യാസമുണ്ട്, ഹിന്ദുധർമ്മത്തിന് അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന് ഒരു വ്യത്യാസമുണ്ട്. അത് സത്യത്തിൽ അധിഷ്ഠിതമാണ്. ഇപ്പം മറ്റു മതങ്ങളെ സത്യത്തിൽ അധിഷ്ഠിതമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണെന്ന് പറയാൻ പറ്റും. ഭക്തത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമാണ്. ചടങ്ങിൽ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക അസ്തിത്വത്തിന്റെ പുനർനിർമ്മാണം സനാതന ധർമ്മത്തിലൂടെ എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി. ജനാധിപത്യവും സാങ്കേതിക ശാസ്ത്രവും തമ്മിലുള്ള ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ മനുഷ്യൻ വിലകെട്ടവനാവുകയാണ്. ഈ വിലകെട്ടനാകുന്ന മനുഷ്യനെ വീണ്ടും വിലയുള്ള അമൃതസ്യപുത്ര എന്നാക്കണമെങ്കിൽ എന്ത് വേണം? പുതിയ ശാസ്ത്രത്തിന്റെ പുതിയ കാവലാളന്മാർ പറയുന്നു, മടങ്ങിയ ഭാരതത്തിലേക്ക് സ്പിരിച്വലൈസ് ദ ടെക്നോളജി, ടെക്നോളജിയെയും അർത്ഥത്തിലൊത്തിരിക്കുക. ഭാരതീയ വിചാര കേന്ദ്രം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ പാലമംഗലം യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ശ്രീധരൻ പുതുമന, പി നാരായണൻ, കെ എ ശിവപ്രസാദ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, കോഴിക്കോട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.